Hello guys, welcome back to my channel Kitty the Power. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് trying to kill the Ender Dragon. Okay, so ഞാൻ ഇതിന്റെ ഫോക്കസ് ഒന്ന് മാറ്റട്ടെ. വീഡിയോ എയ്റ്റ് കിടക്കുമ്പോഴാണ് ഒരു പാകം. നല്ല പാകല്ലേ? ഇന്നാണെങ്കിൽ 10 സൂമാം. എല്ലാം ഈ ഒരു ഇല്യൂഷനിൽ ചെന്ന പോലെ. ഞാൻ ഇങ്ങനെ കളിക്കുമ്പോൾ എനിക്ക് നിങ്ങളൊരു യൂട്യൂബറാണോ ഗൈസ്? അവിടെ ഒരു സാധനം കണ്ടിട്ട് അതവിടെ യെസ്, അങ്ങോട്ട് പോവാം. അയ്യോ, ഇത് പാർട്ട് 1 ആണ്. ഓക്കെ, ഞാൻ നീന്താൻ പോകുക ഗൈസ്. കയ്യും കാലും ഇട്ടാണ്ടാട്ടി. ഞാനിവിടെ സെറ്റിങ്സ് വേണ്ട ഒരു സാധനം ഓണാക്കട്ടെ. ഓണാക്ക വീഡിയോ. ഞാൻ നീന്തണ സൈഡ് ഇത് കാണിക്കാം. ഓക്കെ, സൈഡിലാണ് കാണിക്കുന്നത്. ഞാനത് ഇതൊക്കെ അറിഞ്ഞപ്പോൾ എന്താ അറിയരുത്, ഇത് മേസൺ ഉള്ളൊരു ഗെയിം ചാനലിന് എങ്ങനെ ഇതെന്ന് കണ്ടു. അപ്പോൾ ഞാൻ കരുതിയത് ബെഡ് റോക്ക് എടുത്താൽ മാത്രമേ കഴിയുള്ളൂ. എനിക്ക് നാളെ എക്സാമാണ്. മാത്സിന്റെ എക്സാം ഒന്നും പഠിക്കണ്ട. അത് 7ാം ക്ലാസ് നമ്മളും പറയുന്നുട്ടോ. അപ്പൊ പഠിക്കട്ടോ ഗൈസ്. ഇവിടെ മരം എന്ന് പറയുന്ന സാധനമില്ല. പിന്നെ അതെന്താടാ? അയ്യോ അയ്യോ, ഇത് ചെറിയ കുഴിയ. ഈ ഇന്നൊരു സൂത്രം വെച്ചോ. നേരത്തെ പോയ വഴി ഇവിടെ ഒരു ഓട്ടട്ടാട്ടിൻ്റെ പിന്നെയും കൊണ്ടുവന്നു. വലിയ കൊക്ക വല്ലതും ഉണ്ടോ അവിടെ? കൊക്ക എന്താ കൊക്ക ഗൈസ്? എന്തൊരു വലിയ കൊക്കത് ഗൈസ്. ഇവിടെ ഒന്നും ഒരു കൊക്ക കാണുന്നില്ല. ഇതൊന്നും കൊക്കല്ല ഗൈസ്. കുട്ടിക്കും കയ്യിലെടുക്ക പറഞ്ഞില്ലേ? അതാ ഗൈസ്, ഞാൻ ടെമ്പിളിലെത്തി. അയ്യോ, ഈ ബണ്ണി റാബിറ്റ് ആള് സീന. ഈ ഈവിള് റാബിറ്റ് കണ്ണ് ചുമന്ന് നിൽക്കും. അതിൻ്റെ അതറിയില്ലേ ഗൈസ്? നിങ്ങൾക്ക് അറിയൂലേ? പറ. ഒരു കൈ മാത്രം എനിക്കൊന്നും മനസ്സിലായില്ല. എന്താണ് 20 ഉള്ളത് കിട്ടും ഗൈസ് എനിക്ക് പ്ലാങ്ക്സ്. കൃത്യം 20 ക്രാഫ്റ്റിംഗ് ടേബിൾ. ഞാൻ പെട്ടെന്നൊരു കുഞ്ഞ് പിക്കാക്സ് ഉണ്ടാക്കട്ടെ.
കുളിക്കാൻ ഈ ഹോളൊന്ന് കുളിക്കട്ടെ. ഓ, ഞാൻ പതുക്കെ സൈഡിൽ കൂടെ കുഴിച്ചറിയും. ഗൈസ് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഗോൾഡും കിട്ടി, ആർമറും കിട്ടി. ഡയമണ്ടിൻ്റെ ഹോഴ്സ് ആർമറാന്നുള്ളൂ. പിന്നെതാ ഗൺ പൗഡർ, സ്ട്രിങ്, പിന്നെ റോട്ടൺ ഫ്ലഷ്. ഓ ഗൈസ് അയൺ കിട്ടി. ഗോൾഡൻ ആപ്പിൾ 2 എണ്ണം. സ്ട്രിങ് എത്ര എങ്ങാനാ ഗൈസ്. പിന്നെയും കിട്ടി ഗൺ പൗഡർ, അയൺ ഹോഴ്സ് ആർമറും കിട്ടി. പിന്നെയും കുറേ റോട്ടൺ ഫ്ലഷ്. പിന്നെ ഗൈസ് എത്ര മറ്റേ എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിള്. ഓ ഭാഗ്യം. പിന്നെ സാൻഡും കിട്ടി. സാൻഡ് വേണം ഗൈസ് എനിക്ക് TNT ഉണ്ടാക്കാൻ. പിന്നെയും ഗൈസ് അയൺ കിട്ടി. പിന്നെ കുറേ ബോണും കിട്ടി. ബോൺ വെച്ചാൽ നിങ്ങൾക്ക് കുറേ ഇതുണ്ടാക്കാം, ചെടികൾ. 60 ബോണ്. ഞാൻ ഗൺ പൗഡർ കച്ചവടക്കാരനെ ഗൈസ്. അല്ല ഞാൻ ഇനി എങ്ങനെ കയറിപ്പോവും? ഓക്കെ ഗൈസ്, ഇതിന് എക്സിറ്റ് എന്ന് പറഞ്ഞ സാധനമില്ലേ? ഞാൻ ഔട്ട് സൈഡ് പൊട്ടിച്ചുകൊണ്ടി വരും. എന്തായാലും ഒരു ടോർച്ച് കിട്ടിയാൽ മതിയായിരുന്നു. ടോർച്ച് കിട്ടിയായിരുന്നു. ഇവിടെ ഉള്ള പള്ളി ഞാൻ അങ്ങോട്ട് വരെ കുഴിച്ചു പോയി ഗൈസ്. ഈ രാത്രി ആവാനേ ഹോഴ്സൊന്നും ഇല്ല. ഇതൊരു ഫാർമല്ലേ, ഒരു ഡെസേർട്ടല്ലേ. അതെന്താ അവിടെ തിളങ്ങുന്നത്? ഓ ഗൈസ്, ലാവ ഉണ്ടായിരിക്കും ചെറുപ്പം. എന്താ റിവർ ഗൈസ്? ഇതുവരെ ആരും മുന്നിലെ കാരണം ഇത് ക്രിയേറ്റീവ് മോഡാണ്. എങ്ങനെയുണ്ട്? ക്രിയേറ്റീവ് മോഡ് നല്ല ഗൈസ്. ഞാൻ ഉദ്ദേശിച്ചത് പീസ്ഫുൾ മോഡ് എന്നാണ്. പീസ്ഫുൾ ഡിഫിക്കൽട്ടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞപ്പോൾ തന്നെ അത് ക്രിയേറ്റീവ് മോഡായിപ്പോയതാണ് ഗൈസ്. ഞാൻ അങ്ങനെ ഒരു സ്റ്റോൺ മേക്കർ ഉണ്ടാക്കിയാണ്. അങ്ങനെ പിന്നെ ഇതിൽ ലാവ പെട്ടെന്ന് വരൂല. പക്ഷെ ഈ വാട്ടറിൻ്റെ ഒഴുക്ക് കാരണം ഞാൻ കൂടി അറിയാതെ ഉണ്ടാക്കിയതാ. എന്തിനാ അറിയാം, എൻ്റെ കയ്യിൽ കുറച്ച് മീറ്റ് ഒന്നും ഇരിക്കണില്ല. അപ്പം ഞാൻ വല്ലതും പോയി ഇല്ല ഇരിക്കണില്ല. ഇത്ര ഇട്ടൊന്ന് 50 ആയി ഗൈസ്. മനിതരുണർന്ന് കൊള്ള, ഇത് മനിത കാതലല്ലേ, അതെന്താണ്ടി പുതുമാണ്. മനിതരുണർന്ന് കൊള്ള. സുഭാഷ് ഗോൾഡൻ ആപ്പിൾ ആണ്. അയ്യോ സുഭാഷ്. ഓക്കെ ബൈ, ഞാൻ പോയി ഗൈസ്. ഞാനൊരു ഹൗസ് പണിഞ്ഞു. ഉണ്ട് ഒരു കുഞ്ഞു ഗുഹ. ഓക്കെ, എന്താ എൻ്റെ ക്രാഫ്റ്റിംഗ്
ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ വെച്ച് മറന്ന്. ഗായ്സ് ഞാനത് ലാവൻ്റെ അടുത്ത് വെച്ച് മറന്ന് പിറ്റേസ്. പിന്നെ ഞാൻ ഷീൽഡൊക്കെ ഉണ്ടാക്കിട്ടോ, പറയാൻ മറന്ന്. ഞാൻ നോക്കി ഗൈസ് ഒരു ചാനലല്ല മൈൻക്രാഫ്റ്റ് തുടങ്ങിയോണ്ട് ഇത്രയും ഇത്. കാരണം എന്താ പറയുക, ഇത്രയും നേരം ചാവാതെ ജീവനോടൊന്ന് പീസ്ഫുൾ മോഡ് ഇട്ടോണ്ട. ഈ പീസ്ഫുൾ മോഡ് എനിക്കിഷ്ടം. ഇതൊന്നും മുറിഞ്ഞു തീരുന്നൊന്നുമില്ല. അതാവുമ്പോ ഒറ്റടിക്ക് തീരും. തീരെ ശക്തിയില്ലാത്തത് ഈ വുഡിനാ. പക്ഷേ വുഡ് കുറേ നേരം ജീവനോട് പൊട്ടിക്കാൻ ശക്തിയില്ല. ഗോൾഡിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ശക്തിയാണ്. ശക്തിൻ്റെ അന്യത്ത ഗോൾഡ്. ജീവനാകെ കുറച്ച് നേരമുള്ള. എത്ര വുഡ് കിട്ടി? 9 × 5 = 4 = എത്രയായിരുന്നു ഗൈസ്? 36 വുഡ് പ്ലാങ്സ്. ഗൈസ് അയ്യോ, ഞാനിതിവിടെ മറന്നുവെച്ചിട്ടുണ്ട്. വെറുതെ ഒരാവശ്യമില്ലാതെ എൻ്റെ വീട് മുളഞ്ഞു. വീടിന് ഒരു ക്ലൂ പോലും വെച്ചില്ല ഗൈസ്. ഞാൻ ഒരു വീടുണ്ടാക്കാൻ പോവുക. ഈ 36 വെച്ചാണ്ട് ചിലപ്പോ ഒരു കുഞ്ഞു വീടുണ്ടാക്കാം. ഇത്രയും നീളം പോരെ? വീട് ഇതാണ് ഗൈസ് കുഴപ്പം. വീടുണ്ടാക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേന് ഞാൻ പുതിയൊരു ഇതിടാം. പുതിയ ഒരു വീടുണ്ടാക്കി വെക്കാം. ഓക്കെ, നമുക്ക് ഇപ്പം തന്നെ ഒരു വീടുണ്ടാക്കിയാലോ? ഗൈസ് എനിക്ക് എക്സാമാണ്. നിങ്ങൾ ഇന്ത്യയിലാണ് താമസിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യായിരിക്കും. അല്ലച്ചാ സ്കൂള് സ്റ്റാർട്ട് ചെയ്യായിരിക്കും. ഞാനൊരു രസമില്ലാത്തൊരു വീടാണ് ഗൈസ് പണിയണത്. മേൽക്കൂര എന്തിടണം? അലങ്കാരം. ഡർട്ടിന് അലങ്കാരം യൂസ് ചെയ്യാം. അലങ്കാരത്തിന് നിങ്ങൾ ഡർട്ട് യൂസ് ചെയ്യാം ഗൈസ്. എന്താടാ മഴവില്ലോ? എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊക്കെ മതി. മേൽക്കൂരക്ക് സ്റ്റോൺ യൂസ് ചെയ്യാം ഗൈസ്. എനിക്ക് വേണ്ടത് മേലോട്ട് പോകാനുള്ള ഒരു സാധനം. ഈ
ഇവിടെ ഓക്കെ. ഇപ്പം സെറ്റായി. ഇങ്ങനെ ചെയ്താൽ മതി ഗൈസ്. വീടിൻ്റെ സൈഡൊക്കെ നല്ല രസം. ഹേർട്ട് ചെയ്തില്ല, എനിക്ക് ഹേർട്ട് എടുത്തില്ല. ഇതൊക്കെ ഒരു സാധനം ഉണ്ട്, ഞാൻ എടുത്തതെല്ലാം ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചു. എടുത്ത ഈ സാധനം എന്തായിരുന്നു, ഇതിൻ്റെ പേരെന്തായിരുന്നു ഗൈസ്? എൻ്റെ പേരെന്തായിരുന്നു? പ്ലാങ്ക് എടുത്ത്, കുറേ പ്ലാങ്ക് എടുത്ത് ഗൈസ്. ആ എടുത്ത പ്ലാങ്ക് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഡോർ ഉണ്ടാക്കും? അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.